നമുക്ക് ജോസി ജോസഫിന്റെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ഇപ്പൊ ഇതിന്റെ ഓണേഴ്സ് ആയിരുന്നില്ല അന്നത്തെ. ഇത് എടശ്ശേരിയുടെ തന്നെ ഹോട്ടലാണ്. അപ്പൊ അതിന്റെ ഇപ്പൊ ഇത് നടത്തുന്ന 2 വർഷമായിട്ട് നടത്തുന്ന വേറെ ആളിലാണ്. ഈ ഹോട്ടലിലാണ് അവർ താമസിച്ചിരുന്നത്. ഇതിന്റെ തൊട്ടടുത്തുള്ള DD നെസ്റ്റ് എന്ന് പറയുന്ന ഫ്ളാറ്റിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിന് തൊട്ടപ്പുറമുള്ള DD നെസ്റ്റിൽ അന്ന് രാത്രി ഉണ്ടാകുന്നത്. ഞാൻ അന്ന് രാത്രി വീട്ടിലുണ്ട്, എനിക്കറിഞ്ഞൂടെ ഇവരിവിടെ ഉള്ള കാര്യം. കാലത്ത് വിളിക്കുമ്പോഴാണ് അവരിവിടെ ഉണ്ടെന്നും അങ്ങനെയാണ് ഞാനിവിടെ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ മുറിയിലുള്ള സമയത്ത് അതിന്റെ പ്രൊഡ്യൂസർ സുബൈർ എന്ന് പറയുന്ന ആള് ഈ മുറി വന്നിട്ടുണ്ടായിരുന്നു. സുബൈറിന് ഇക്കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് എന്നെ കാണുമ്പോഴത്തേക്കും സുബൈറിന് ഒരു പരിങ്ങലായിരുന്നു. സുബൈർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് ഇവർക്ക് ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ DD നെസ്റ്റിന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് ഇത് പല ചർച്ചകളൊക്കെ നടക്കാറുള്ളത്. ഇതിനു മുമ്പ് തന്നെ അവിടേക്ക് ശങ്കർ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. അപ്പൊ അത് അവിടെ നിന്ന് അവർ വിട്ട് പോന്ന് ഇവിടെ വന്ന് ഈ മുറിയിലാണ് അവർ ഉറക്കം വന്നില്ല. പേടിച്ചിട്ട് ഞാൻ അതിന്റെ സോഫയും കസേരയും എല്ലാം വാതിലിന്റെ പുറകിൽ തള്ളിവെച്ചു. ഒരു സെക്കൻഡ് കീ ഉണ്ടെങ്കിൽ ഒന്നാളിൽ തുറക്കുമ്പോഴത്തേക്കും ശബ്ദമെങ്കിലും കേട്ടിരുന്നാക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അന്ന് രാത്രി അവർ ഉറങ്ങിയിട്ടില്ല. അപ്പൊ അത് കാലത്താണ് ഞാൻ ഇവിടെ വന്ന് ഇവരെ കാണുന്നതും ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതും. സുബൈറാണ് വണ്ടി അയച്ചത്. അതിനുശേഷം വൈകുന്നേരത്തേക്ക് അവർക്ക് ഫ്ലൈറ്റിന് ടിക്കറ്റ് അയച്ചു തരാം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ശരിയായി കൊടുത്തില്ല. അവർ തന്നെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോവുകയാണ് ചെയ്തത്. ഈ ഘട്ടത്തിൽ ഒരു സിനിമാ സംവാദം സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ച് തുഷാർ ഗാന്ധി സമ്മതിച്ചു, ശ്രീലേഖ മിത്രയും വരാമെന്ന് സമ്മതിച്ചാണ് ഞങ്ങൾ സ്പോട്ടെല്ലാം ബുക്ക് ചെയ്തു, വെന്യൂ എല്ലാം ബുക്ക് ചെയ്ത് 10-ാം തീയതി വരാം എന്ന് സമ്മതിച്ചു. ഇന്നാണ് അവർ പറയുന്നത് അത് പ്രയാസമുണ്ട്, കാരണം സമ്മർദ്ദം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതല്ല സമ്മർദ്ദമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്നാണ്. മറ്റു സമ്മർദ്ദങ്ങളുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ.